ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇൻട്രോ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കാറിൽ എവിടെയോ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ റോഡും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എവിടേക്കാണ് ഞാൻ പോകുന്നതെന്നായിരിക്കുമല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോ തമ്നേല് കണ്ടപ്പോ തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. തമ്നേലിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോന്റെ ഒരു ഇൻട്രോ കണ്ടപ്പോ തന്നെ കാര്യം തിരിഞ്ഞിട്ടുണ്ടാവും അല്ലെ എല്ലാവർക്കും. എന്നാലും ഈ ബോർഡ് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് കല്യാൺ സിൽക്കിലാണ്. അപ്പൊ എന്തിനാ വന്നിട്ടുള്ളതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതാ നമ്മൾ കല്യാൺ സിൽക്കിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് തീമിൽ തന്നെയായിരുന്നു കല്യാൺ സിൽക്ക് ഉണ്ടായിരുന്നത്. കാരണം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആകെ അത്ര ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളെ കൂടെ ഇതാ എന്താ പറയാ, നമ്മളെ മണവാട്ടി കുട്ടിയും മണവാളനും ഉണ്ട് കേട്ടോ. നമ്മൾ വന്നത് എൻഗേജ്മെന്റ് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ലെഹങ്കാസ് ആണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് പെണ്ണിന് വേണ്ടിയിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ലെഹങ്കാസ് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോന്ന് എടുത്തിട്ട് ഓരോന്ന് ട്രൈ ചെയ്തിട്ടും വെച്ച് നോക്കിയിട്ടും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ടൈം മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ച കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം കൂടി ചേർത്ത് ഒരു സ്മോൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ഒരു കളർ ലെഹങ്കയായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് തന്നെ ഇത് ട്രൈ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഈ ഒരു നല്ല റോയൽ ബ്ലൂ കളർ ലെഹങ്കയാണ് സെക്കൻഡ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ അത് ട്രൈ ചെയ്തതിന് ശേഷം ഷോളൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അത് കൂടാണ്ട് നമ്മൾ എല്ലാ ലെഹങ്കയും ഓൾമോസ്റ്റ് അവിടെയുള്ള ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അത് ട്രൈ ചെയ്ത് നോക്കുന്നതിന്റെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെഹങ്ക ഏതാണെന്ന് പറയണം കേട്ടോ അവക്ക് ഇട്ടിട്ട്. അപ്പൊ അതിന്റെ നടുക്ക് നമ്മളെ മണവാട്ടിക്കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു ഈ കളർ ട്രൈ ചെയ്യൂ, ആ കളർ ട്രൈ ചെയ്യൂ, എന്തായാലും ഇട്ട് നോക്കിയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം, കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അവൾ ഓരോ ലെഹങ്ക ഇട്ടിട്ട് വരുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മതി ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായത്. ഓരോ ലെഹങ്കക്കും ഓരോ ആളും ഓരോ കമന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. എല്ലാ കളേഴ്സും നന്നായി ചേരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ ലെഹങ്കകളും ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഏത് കളറാ ഏറ്റവും കൂടുതൽ അവർക്ക് ഭംഗിയുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലെഹങ്ക ഏതാന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതിന്റെ നിലക്ക് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. നമ്മളെ മണവാട്ടിക്കുട്ടി ടോട്ടൽ എത്ര ലെഹങ്ക ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം? അറിയെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ കമന്റും ഞാൻ റിപ്ലൈ തരാറുണ്ട്. എന്നാലും ഒരു രസമല്ലേ അത്? നിങ്ങൾക്ക് എത്ര ലെഹങ്ക ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് അറിയാലോ. നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ കിട്ടും. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നിന്റെതാ കാര്യായിട്ട്. അപ്പൊ ഫൈനലി വൈറ്റ് ഇട്ടപ്പോ എല്ലാരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, ഇത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പിന്നെ ഫോട്ടോസിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുമോ, ബിക്കോസ് മോർണിംഗ് ഫംഗ്ഷനെക്കാട്ടിയും വൈറ്റ് നൈറ്റ് ഫംഗ്ഷനല്ലേ രസം ഉണ്ടാവുക. അതൊക്കെയായിരുന്നു പിന്നത്തെ കൺഫ്യൂഷൻ. എന്നിട്ട് നമ്മൾ വിഷ് ലിസ്റ്റ് നമ്പർ 1 വൈറ്റും വെക്കാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ബാക്കിയുള്ളതും കൂടി നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് കട്ട് ചെയ്തു. ബാക്കി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇത്രയും ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്തതിനകത്ത് അവള് ഫൈനലായിട്ട് സെലക്ട് ചെയ്ത്, അത് അവള് മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാവരും കൂടി ഫൈനലായിട്ട് സെലക്ട് ചെയ്തത് ഈ 4 ലെഹങ്കാസ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏതാ നമ്മൾ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം അത് എൻഗേജ്മെന്റ് വീഡിയോ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫൈനലി നമ്മളെ ബ്രൈഡിനുള്ള ലെഹങ്ക, അതായത് എൻഗേജ്മെന്റ് ഫംഗ്ഷനുള്ള ലെഹങ്ക സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള ഷെർവാണിയാണോ സൂട്ടാണോ അത് കുർത്തയാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്രൂമിന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പോയതിനു ശേഷം ഇതാ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്.
അവൻ ആ കുർത്ത മാറ്റി ഈ ശർവാണി സൂട്ട് ഇട്ടപ്പോ തന്നെ ഞാൻ കണ്ടപ്പോ തന്നെ ഇത് മതി ഇത് മതി ഇത് മതി, ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇത് നീ സെറ്റ് ആയിട്ട് ഇട്, അടിപൊളിയായിരിക്കും, ഇത് തന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നമ്മൾ ചൂടാക്കിക്കൊണ്ട് എടുക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം അവൻ അതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് ആയിട്ടുള്ള സെയിം എന്താ പറയുക ഡ്രസ്സിന് തന്നെ വേറൊരു ഓഫ് വൈറ്റ് കളറും കൂടി ഇട്ട് നമ്മൾ അതും കൂടി എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എന്നിട്ട് അതിൻ്റെ അകത്ത് ഫൈനൽ ചെയ്തു ഏത് എടുക്കണ്ടേന്നുള്ളത്. സെയിം ടൈം നമ്മൾ അവളുടെ ഡ്രസ്സ് ഓൾട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് താഴെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് ഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾട്രേഷൻ കഴിഞ്ഞ് വന്നു, ഡ്രസ്സ് ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇതാനു വരികയാണ്. ഇനി നമുക്ക് ഡ്രസ്സ് ഒരു 10 മിനിറ്റ്സിൽ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടായത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ ചോട്ടാ ഭീമിനെ അനു എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് അയാളെ എടുത്തിട്ട് നടക്കുക കേട്ടോ. അതിൻ്റെ നടുക്കിതാ നമ്മൾ ആരൊക്കെയാ പോയെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഡാഡി, മമ്മി, അമ്മമ്മ, ചെക്കൻ പെണ്ണിൻ്റെ അമ്മ, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, പിള്ളേഴ്സ്, അങ്ങനെ ഒരു വൻ നിര തന്നെയാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഡ്രസ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഡ്രസ്സ് വാങ്ങിയിട്ട് മമ്മിയും ഡാഡിയും കൂടി അനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈ ടോട്ടൽ പർച്ചേസ് ഒക്കെ കഴിയുമ്പോഴേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അല്ല, ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ MVK തോന്നുന്നു തൊട്ടടുത്ത് തന്നെ ഉള്ളത്, എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിച്ചിട്ട് വരാതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ലഞ്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം കയറി. തൊട്ടടുത്ത് തന്നെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ പറഞ്ഞിതാ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് തിരിച്ചിട്ട്. കല്യാണിന് തന്നെ വന്നിട്ട് അവിടെ ആയിരുന്നു കാർ ഉണ്ടായിട്ടുണ്ടായത്. കല്യാണിൽ കാറിൽ കയറിയിട്ട് എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ഈ വീഡിയോ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറന്നുപോയി പോകരുത് കേട്ടോ. പറയുന്നൊക്കെ തപ്പിപ്പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക്, സോറി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.